അശാനെ ഈ ഒരു മോൻ വെള്ളത്തിൽ കളിക്കാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അവിടെ ചെറു തെറ്റുപറ്റി, അവിടെ കാല് ചേറിൽ പൂന്തി കിടക്കുക. മനസ്സിലായോ? നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ എടുത്ത് ചാടുമ്പോ ഇത്ര വെള്ളം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം ഇത്ര വെള്ളം ഉണ്ടാവുള്ളൂ. നേരെ കാല് ഉള്ളിക്ക് പൂന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ പറ്റില്ല. ഈ കരയിൽ നിന്നിട്ട് ഒരു ചെക്കൻ വലിച്ചു നോക്കും, വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വലിയ മൂത്ത പ്രായ ആൾക്കാരൊക്കെ എല്ലാവരും വലിച്ചു നോക്കും, വരുന്നില്ല. അതുകൊണ്ടാണ് പറയണത്, ഞാൻ ഒരുപാട് വീടിൽ പോയിട്ട് വെള്ളത്തിനടുത്ത് ചളി ഉണ്ടാവും, ചേറുണ്ടാവും, അല്ലെങ്കിൽ കാല് പൂന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മേലേക്ക് വരാൻ പറ്റില്ല. നീന്താൻ അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അറിയാത്ത സ്ഥലങ്ങളിൽ എത്ര നീന്താൻ അറിയുന്ന ഒരാളാണെങ്കിൽ മാത്രം മേലക്കൂടെ മാത്രം നീന്തുക. അതും അധികം റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോ ഇതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ എനിക്ക് കൊടുക്കാനില്ല. കാരണം ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെ ഇത് കേട്ടോ. അപ്പോ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാം, പരമാവധി വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും പറയാൻ ഷെയർ ചെയ്ത് കൊടുത്താൽ അത് മാത്രം തന്നെ മതി എനിക്ക്. ഓക്കെ, ബൈ. വീഡിയോ ഫുൾ ആയിട്ട് കാണും കേട്ടോ. இது எப்படி நான் போக முடியும்? நெட்டுக்குமே இந்த நிலைமையில தானே இருக்குது. இங்க பாருங்க, இந்த பாதை இதே நிலைமை தான், இந்த கடைசி வரையுமே இதான் நிலைமை. ஜியோ டவருக்கு தோண்டி நெட்டுக்குமே நேரமா உள்ள காப்பாத்துங்க காப்பாத்துன்னு கத்துறானே. பொண்ணு என்ன பண்ண, என்ன சொல்லி கத்துனா? தாஸ் வந்து இவ்வளவு போராடிட்டு இருக்காரு, பாக்கெட்ல எதுவும் இல்லையா தம்பி? அப்பா ஆண்டவா முருகா, பாருங்க இல்ல, காலை உதறு சாமி, காலை உதறு சாமி. உட்கார உட்கார எப்படி பண்ண முடியும்? நிலைமை இதான் நிலைமை. இந்த தெருவில் எத்தனையோ தடவை சொல்லியாச்சு, யாரும் எந்த ஸ்டெப் எடுக்கிறதுக்கு வழி இல்ல. ஓ செருப்பு உள்ள மாட்டீங்களா? இந்த பாதையெல்லாம் வராதீங்க சாமி. இது எப்படிமா சேவ் பண்றது?